മലക്കുകൾക്ക് വരെ മനസ്സിലാകുന്നില്ല ആരാ ഉപ്പ ആരാ മകൻ. അനു കുനു മനസ്സിലായില്ല. അനു ഉപ്പ കുനു മോൻ. വല്ലാത്ത അവസ്ഥയാ. ഫാത്തിമ എന്നിട്ടിട്ട് പെൺകുട്ടികളെ പേരെല്ലാം ഹലാലാക്കല. ഫാത്തിമ അക്ര, ഫാത്തിമ അക്രി, ഫാത്തിമ അക്രു, 3 പിള്ളേർ. ഇതൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാന്ന് കേൾക്കുമ്പോൾ മനസ്സിലാണ്. അത്രേ വേണ്ട. അഷാക്കി, ഇഷാക്കു, ഉഷാക്കു, 3 പിള്ളേർ. ഇത് ഒരൊറ്റ ടൈറ്റിൽ ഒരൊറ്റ കമ്പനി നാന്ന് മനസ്സിലായാൽ മതി. അർത്ഥമൊന്നും വേണമെന്നില്ല. പിന്നെ അർത്ഥം അറിയലെന്നെ എപ്പോഴാ ഉസ്താദുമാര് മദ്രസയിൽ ചേർക്കാൻ വേണ്ടി വരുമ്പോ അതിനേക്കാളും വലിയ സങ്കടം എന്നറിയോ? ചില ആളുകൾ ഗൂഗിൾ നോക്കിയിട്ട് എല്ലാ സംഗതിയും ഗൂഗിൾ നോക്കിയിട്ടൊക്കെ ശരിയാക്കാം. അപ്പം ഗൂഗിൾ നോക്കി ഒരു പേര് കിട്ടി. ആ പേര് ഉസ്താദിനോട് ചോദിച്ചു. പട്ടിക്കാട് പാസ്സായ ഉസ്താദുണ്ട്, അസ്ഹറിൽ പോയി ബിരുദെടുത്ത ഉസ്താദുണ്ട്, മർക്കസിന് പഠിച്ച ഉസ്താദുണ്ട്, വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഓരോട് പേരിന്റെ അർത്ഥം ചോദിച്ചു നോക്കുമ്പോ ഓറ് മനഹലും മുഞ്ചിതൽ 25 പ്രാവശ്യം കത്തം തീർത്താലും ഈ പേരിന്റെ അർത്ഥം ഉണ്ടാവില്ലേ? പേരതിലുണ്ടാവില്ല. അപ്പൊ പറയുന്ന പെണ്ണുങ്ങൾ പറയും, എന്ത് മൊയിലാര് ഒരു പേരിന്റെ അർത്ഥം ചോദിച്ചു കിട്ടിയില്ല. എല്ലാ ഉസ്താദും നല്ല ഫുൾ മാർക്ക് വാങ്ങി A+ വാങ്ങി വന്ന ഉസ്താദാ പെണ്ണുങ്ങളെ പരീക്ഷയിൽ തോറ്റുപോയി. ഭയങ്കര പ്രശ്ന ഈ പേരിടുന്ന വിഷയം. പറഞ്ഞാൽ നീണ്ടുപോകും. അതിന് മുമ്പ് ശ്രീകണ്ഠപുരത്ത് കണ്ണൂർ ജില്ലയിൽ മാലിക് ദിനാർ പള്ളിയിൽ ദർശനം നടത്തുമ്പോ മഹലിൽ നിൽക്കുമ്പോ ഈ പേരിന്റെ അർത്ഥം അടങ്ങാർക്ക് ആദ്യമായിട്ട് വരിക. ഇപ്പൊ പിന്നെ ഈ വാട്സപ്പിൽ ചോദിക്കണ ബുദ്ധിമുട്ടില്ല. മറ്റേ നേരെ തന്നെ വിളിച്ചു ചോദിക്കും. ഒരു ദിവസം തളിപ്പറമ്പിൽ ഒരു ബുക്ക് സ്റ്റാളുണ്ട്, ക്രസന്റ്. അപ്പൊ ഞാനൊന്ന് ബസ്സിന് പോണ കാലം കുറെ വർഷം മുൻപാ. ആ ബുക്ക് സ്റ്റാളിൽ കയറുമ്പോൾ ഒരു പുസ്തകം 8888 മുസ്ലിം പേരുകൾ. അൽഹംദുലില്ലാഹ് നമ്മളെ പേര് മാത്രം മുസ്ലിം പേര് 8888. ഒരു മഹലിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾ ഒന്നിച്ച് പ്രസവിച്ചാൽ ഇത്ര കുട്ടികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ നല്ല സന്തോഷത്തിൽ വാങ്ങി. ഇതൊരു ഉപകാരപ്പെടണമല്ലോ. ഇതവിടെ കൊണ്ട് വായിച്ചിട്ട് കാണാതെ പഠിക്കാൻ പറ്റും. ഇതവിടെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യം വന്ന ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. 2 ദിവസം കഴിഞ്ഞപ്പോ നാട്ടുകാർ കുട്ടികളായിട്ട് ദർസ് പഠിക്കാൻ വരുന്ന ഒരു കുട്ടി പറഞ്ഞു, പെങ്ങള് പ്രസവിച്ചപ്പോൾ ഉസ്താദേ നല്ലൊരു പേര് വേണം. അപ്പൊ ഞാൻ ഈ സന്തോഷത്തോടെ ഈ പുസ്തകം എടുത്തോട്ട്, മോനെ ഇത് നല്ല പേരുണ്ടാവും, നീ നോക്കിയിട്ടോ. ഏതോ ഒരു മൊയിലാർ എഴുതിയതാ, നല്ല പേരെല്ലാം ഉണ്ട്. അപ്പം പേരിൽ നോക്കിയിട്ടോ, അർത്ഥം അതിന്റെ സൈഡിലുണ്ടാവും. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദിലും നല്ല പേരില്ല, വേറൊരു പേര് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഒരു കുറ്റ കുട്ടിനല്ലേ പ്രസവിച്ചത്? ഓന്റെ പെങ്ങള് പ്രസവിച്ച ഒരു കുട്ടിക്ക് 8889 പേര് ഞാൻ പറഞ്ഞു കൊടുക്കണം. 8888 ഇതിലുണ്ട്. ഇതാണ് പേരിന്റെ ഒരു പ്രശ്നം. അല്ലാഹു നല്ല പേരിടാൻ ഭാഗ്യം നൽകട്ടെ. സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തിട്ട് പേരിട്ടാൽ അവരുടെ സ്വലാഹിയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഏതായാലും ഈ കുട്ടിക്ക് അബൂബക്കർ എന്ന് പേരിടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടോളൂ, അല്ലെങ്കിൽ ഹംസ എന്ന് പേരിടാം. ഞാൻ പറഞ്ഞ സംഗതി എന്താന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നമ്മളെ സ്നേഹിക്കണോന്നാ ഞാൻ പറഞ്ഞത്. നീ നിന്നെ സ്നേഹിക്കണം, ഞാൻ എന്നെ സ്നേഹിക്കണോ? ആരാണ് ഈ സംഗതി എന്ന് പറയാനാ പറഞ്ഞത്. നല്ല പേരിട്ടിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടാണ് അബൂബക്കറെ എന്ന് വിളിക്കുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട്. ഒരു മനസ്സിലായി ഞാൻ തന്നെയാണ് ഈ സംഗതി. 6 മാസം 8 മാസം 1 വയസ്സൊക്കെ ആകുമ്പോൾ അബൂബക്കറെ എന്ന് വിളിക്കുമ്പോൾ മോനിങ്ങനെ ഓടി ഓടി വരുന്നുണ്ട്. നമ്മളെ വീട്ടിലുള്ള അബൂബക്കർ ഈ കുഞ്ഞാണ് എന്ന് ബോധ്യപ്പെട്ട നിലക്ക് നല്ല സന്തോഷമുള്ള ചിരിയും കളിയുമാണ്. സുബ്ഹാനല്ലാഹ്, ഇവനിങ്ങനെ വളരുകയാണ്. അടുത്ത വീട്ടിൽ ഇതേ ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരന്റെ ഒരു മകൻ ഭാര്യ പ്രസവിച്ചു. അക്കുട്ടിക്ക് അബൂബക്കർ എന്ന് പേരിട്ടു. അടുത്ത വീട്ടിൽ 2 വീട്ടിൽ അബൂബക്കർ നല്ല ഉഷാറായിട്ട് വളരെയാണ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു വീട്ടിലുള്ള അബൂബക്കർ ഗൾഫിൽ പോയി നല്ല അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാണ്. മറ്റേയാള് നാട്ടിൽ കച്ചവടക്കാരനാണ്. നാട്ടിൽ കച്ചവടം ചെയ്യുന്ന അബൂബക്കർ അയാള് രാവിലെ ബൈക്ക് എടുത്തിട്ട് കട തുറക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി അടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിലായി പോയി. ആളുകൾ പറയുന്ന അബൂബക്കറിന്റെ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ ഗൗരവത്തിലാണ്. സുബ്ഹാന ജല്ല ജലാലു. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കാലിന് നിലനിൽക്കൂല, ഒരു കാല് മുറിച്ചു മാറ്റലല്ലാണ്ട് വേറെ വഴിയില്ല. ഒരല്പസമയം നിങ്ങൾ ഖൽബ് പരിപൂർണമായി ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ചെറുപ്പക്കാരനായ അബൂബക്കറിന്റെ കാല് മുറിച്ചു മാറ്റുകയാണ്. അപ്പൊ ആളുകൾ എന്താ പറയുന്നറിയോ? അബൂബക്കറിന്റെ ബൈക്ക് എന്ന് പറഞ്ഞതുപോലെ അബൂബക്കറിന്റെ കാല് മുറിച്ചു എന്നാ പറയുന്നത്. ഈ കാലും കൂടിയിട്ടാണ് അബൂബക്കർ ആയതെങ്കിൽ കാല് പോകുമ്പോൾ അബൂബക്കർ എന്നതിന്റെ സ്പെല്ലിംഗിൽ എന്തെങ്കിലും കുറവ് വരണ്ടേ?
അത് സംഭവിക്കുന്നില്ല. അബൂബക്കറിന്റെ കുപ്പായം എന്ന് പറയും പോലെ, അബൂബക്കറിന്റെ തലപ്പാവ് എന്ന് പറയുന്നത് പോലെ, അബൂബക്കറിന്റെ മൊബൈൽ എന്ന് പറയുന്നത് പോലെ, അബൂബക്കറിന്റെ കാല് എന്ന് പറയണമെങ്കിൽ ആരാണ് ഈ അബൂബക്കർ എന്ന് പറഞ്ഞ സാധനം? പണ്ട് പേര് വെക്കുമ്പോ ഈ സാധനത്തിനല്ലേ പേര് വെച്ചത്? സഹോദരങ്ങളെ, കുറെ കാലം കഴിഞ്ഞു, കുറച്ച് നാള് കഴിഞ്ഞു, ഷുഗർ എല്ലാം കൂടി കടന്ന കിടപ്പിലാകെ ഹലാക്കായി പോയി. അയാളെ മറ്റേ കാലും മുറിച്ചു മാറ്റൊരു പരീക്ഷണം, ഞാനൊരു കഥ പറഞ്ഞതാണ്, ഉദാഹരണം പറയാണ്. മറ്റേ കാല് പോയാലും ആള് പറയും അബൂബക്കറിന്റെ മറ്റേ കാല് പോയി. ആരാണ് ഈ അബൂബക്കർ? ആരാണ്? അബൂബക്കറിന്റെ കൈ മുറിച്ചു മാറ്റിയാലും ആള് പറയും അബൂബക്കറിന്റെ കൈയും പോയി എന്ന് പറയും. അബൂബക്കർ ആരാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിളിക്കപ്പെടുന്ന ഈ വസ്തുക്കൾക്കാണ് നമ്മൾ പേര് വെക്കുന്നത്. ഈ ബോഡിക്കാണെങ്കിൽ ശരീരത്തിന്റെ പകുതിയും മുറിച്ചു മാറിയാൽ ഒന്നെങ്കിൽ അബുവാകണം അല്ലെങ്കിൽ ബക്കറാകണം. പേര് ചുരുങ്ങുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു. അപ്പോഴാണ് ഇവന്റെ കൂടെ തന്നെ പഠിച്ച് വളർന്ന ഗൾഫുകാരനായ പണക്കാരനായ അബൂബക്കർ, അയാള് നല്ല പുര കെട്ടിയിട്ട് നല്ല വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് കുടിയൽ നടക്കാൻ ഉദ്ഘാടനം നടക്കുകയാണ്. നല്ല പ്രൗഢിയുള്ള വീട്. വീട്ടിന്റെ ഒരു അല്പഭാഗത്തപ്പുറം നല്ല കൊട്ടാരം പോലുള്ള വലിയ പന്തലൊരുങ്ങിയിട്ടുണ്ട്. ഉസ്താദുമാര് തങ്ങന്മാരൊക്കെ സുബഹിക്ക് വന്നിട്ടുണ്ട്. ഒക്കെ റാഹത്താണ്. അപ്പൊ ഈ കിടക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ, ഓനോട് ആള് പറയുന്നുണ്ട് അബൂബക്കറിന്റെ വീടിന്റെ കുടിയലാണ്, നിന്റെ സുഹൃത്തിന്റെ വീടിന്റെ കുടിയലാണ്. നിക്കടക്കണ മനുഷ്യനോട് പറയുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. വീടിന്റെ കുടിയൽ ആളുകളൊക്കെ വന്നു. ഉച്ചക്ക് നല്ല ഭക്ഷണം ഒരുക്കിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണമുണ്ട്. എല്ലാ സ്ഥലത്തും ഓടിച്ചാടി ഇവൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇവന്റെ ഭാര്യ രാത്രി വീട്ടിലെ രാജ്ഞിയെ പോലെ കത്തിപ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. ആളുകളൊക്കെ അല്പം അസൂയയോടെയാണ് ആ പെണ്ണുങ്ങളെ നോക്കുന്നത്. ഈ ചെറുപ്പക്കാരന്റെ 2 മക്കളുണ്ട്, ചെറിയ മക്കളാണ്. ആ മക്കൾ പൂമ്പാറ്റകളെ പോലെ കൂട്ടും സൂട്ടലിട്ടിട്ട് ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഈ ചെറിയ മക്കൾക്ക് ഇത്രയും വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ എന്തൊരു സൗഭാഗ്യമാണ്. ആളുകൾ ഹസദോട് അസൂയയോടെ പറയുകയാണ്. ഉച്ചയായ സമയത്ത് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ വീട് കുടിയലിന് വരികയാണ്. അവര് ഭക്ഷണം കഴിക്കാൻ ഇവൻ സൽക്കരിച്ചപ്പോൾ അവര് പറയും നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്നാണ്. വീട്ടിന്റെ ഉള്ളിൽ തന്നെ പ്രത്യേകമായി ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവന്റെ ഏറ്റവും നല്ല ചങ്ങാതിമാരുടെ കൂടെ അവരുടെ സന്തോഷത്തിന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാണ്. കൈ കഴുകിയിട്ട് ഭക്ഷണം തിന്മേശയുടെ ചുറ്റുഭാഗത്തിരുന്നിട്ട് ഒരു പിടി ഭക്ഷണം വാരി വായിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ. പെട്ടെന്ന് തലകറങ്ങുന്നത് പോലെ, പെട്ടെന്ന് കണ്ണൊന്ന് മറിഞ്ഞതുപോലെ, കൈയൊന്ന് വിറച്ചതുപോലെ എടുത്ത ഭക്ഷണം പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ് നെറ്റിയതാ ഭക്ഷണപാത്രത്തിലേക്ക് കുത്തുകയാണ്. ചുറ്റുഭാഗത്തുള്ള സുഹൃത്തുക്കൾ ഉടനടി ഇവൻ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നല്ല ഹൈറ്റും വെയിറ്റുള്ള ചെറുപ്പക്കാരനാണ്. സീരിയസ് ആയി കൊണ്ടുപോയി ഡോക്ടറുടെ മുമ്പിൽ കിടത്തിയിട്ട് ചെറുപ്പക്കാരിങ്ങനെ പുറത്ത് കാത്തു നിൽക്കാണ്. എന്തായിരിക്കും അവസ്ഥ? അല്ലാഹ്. ഡോക്ടർ വാതിൽ തുറന്നിട്ട് പറയുന്നു നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പറയേണ്ട ആളെ അറിയിക്കേണ്ട ആളെയൊക്കെ അറിയിച്ചോളൂ. അബൂബക്കർ പോവുകയാണ് എന്നാ തോന്നുന്നത്. വാതിൽ തുറന്നു നോക്കുമ്പോ കൊണ്ടുവന്ന അബൂബക്കർ, തടിമാടനായ അബൂബക്കർ അതേപോലെ കിടക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞയാള് പോവുകയാണ് എന്നാണ്. എന്തൊരു അത്ഭുതമാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്ഥിരീകരിച്ചിട്ട് ഡോക്ടർ പറയുന്നു രക്ഷിക്കാൻ പറ്റിയില്ല, അബൂബക്കർ പോയി കേട്ടോ. നമ്മൾ വാതിൽ തുറന്നു നോക്കുമ്പോ അബൂബക്കർ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഈ കൊണ്ടുവന്ന ചങ്ങായി അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ആരാണ് ഈ പോകുന്നത്? ആര് പോയി നായി ഡോക്ടർ പറയുന്നത്? അതിനാ ഞാൻ പറഞ്ഞു കുറച്ച് സമയം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്. ആ സുബ്ഹാന ജല്ല ജലാലു ഫോൺ കോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് നമ്മുടെ അബൂബക്കർ പോയി നിപ്പുറത്തുനിന്ന് പറയുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് മറുതലക്കൽ ഫോൺ വിളിക്കുന്നയാള് ചോദിക്കുന്നു മയ്യത്ത് ഏത് മഹല്ലിലേക്കാണ് കൊണ്ടുപോവുക? മയ്യത്ത് ഏത് മഹല്ലിലാണ് ഖബറടക്കുക? പുതിയ വീട്ട് കെട്ടിയ മഹല്ലിലാണോ അല്ല തറവാട് മഹല്ലിലാണോ? എവിടെയാ ഖബറടക്കുക?
അബൂബക്കറിനെ ഖബറടക്കാന്നല്ല ചോദിക്കുന്നത്, അബൂബക്കറിനെ എങ്ങോട്ടാ കൊണ്ടുപോകാന്നല്ല ചോദിക്കുന്നത്. ഓൻ പോയി, ഓൻ മരിച്ചു എന്ന് പറയുമ്പോഴേക്ക് ചോദിക്കുന്നു മയ്യത്തിനെ എങ്ങോട്ടാ കൊണ്ടുപോകാ, പേര് പോയി. ഇവന് പണ്ട് വിളിക്കപ്പെട്ട പേര് ഇവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോകലോടുകൂടി പോവുകയാണ്. ഇവൻ മരിച്ചു എന്ന് പറയുമ്പോഴേക്ക് പേര് മാറുക, പിന്നെ മയ്യത്ത് എന്നാ പറയുന്നത്. സുഹൃത്തുക്കളെ, ഇവന്റെ ചങ്ങാതിമാരെല്ലാം കൂട്ടുകാരെല്ലാം വീട് കുടിയല്ല നേരത്തെ ഹാജറാണ്. അതുകൊണ്ട് ഇനി വിദേശത്തൊന്നും ആരും വരാൻ വേണ്ടി ബാക്കിയില്ല. ഇവന്റെ വീട്ടിന്റെ അടുത്തുള്ള പള്ളിയിൽ തന്നെ ഖബർ കുഴിക്കപ്പെടുകയാണ്. ഇവന്റെ വീട്ടിൽ നല്ല വിലപിടിപ്പുള്ള കാറുണ്ട്. പക്ഷേ ആംബുലൻസിൽ മയ്യത്ത് വീട്ടിലെത്തുകയാണ്. മയ്യത്ത് കുളിപ്പിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വേഗത്തിലാണ് കല്യാണ വീട് പോലെ സന്തോഷമുള്ള കുടിയലിന്റെ ഉദ്ഘാടനത്തിന്റെ വീട് കണ്ണീർ പുരയായി മാറിയത്. എത്ര പെട്ടെന്നാണ് സന്തോഷം സങ്കടത്തിന് വഴിമാറിയത്. ഈ വീട്ടിലെ രാജ്ഞിയെ പോലുണ്ടായ പെണ്ണ് എത്ര പെട്ടെന്നാണ് വിധവയായി പോയത്. നല്ല പത്രാസിൽ കൂട്ടും സൂട്ടുമുട്ട് ചുള്ളിത്താടി നടന്നിരുന്ന ചെറിയ മക്കൾ എത്ര പെട്ടെന്നാണ് യതീമുകളായി മാറിപ്പോയത്. ആളുകൾ അവരെ നോക്കി കണ്ണുനീർ തുടക്കുകയാണ്. സങ്കടം കൊണ്ട് പരസ്പരം അവർ വിതുമ്പുകയാണ്. സുബ്ഹാനല്ലാഹ്, പെണ്ണെന്തൊരു കരച്ചിലാണ് കരയുന്നത്. ഞങ്ങൾക്ക് ഈ വീടും സന്തോഷങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾ പോവുകയാണോ, വാവിട്ട് നിലവിളിക്കാണ്. പള്ളിയിലെ ഉസ്താദ് പോയി, കമ്മിറ്റിക്കാരൊക്കെ പറയാണ്, പെണ്ണെ മോളെ അങ്ങനെ കരയല്ലേ. കുടുംബക്കാരും പറയുന്നത് കരയല്ലേ. പക്ഷെ ഈ പെണ്ണ് പറയുന്നത്, നിങ്ങൾക്ക് പറയുന്നതിന് എന്താണ്, എനിക്കല്ലേ നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു പിന്നെയും കരയാണ്. പക്ഷെ മനുഷ്യന്റെ വിലയറിയണോ ചെറുപ്പക്കാരാ, നിനക്ക് നിന്റെ വിലയറിയണോ? അങ്ങനെ കരയുന്ന ഒരു പെണ്ണ് നിർത്താതെ കരയാണ്. മാറത്തടിച്ച് നിലവിളിക്കാണ്, കിടന്ന് പടക്കാണ്. ആര് പറഞ്ഞിട്ട് ഒരു മാറ്റവും വരാതിരിക്കുമ്പോൾ ഖതീബ് ഉസ്താദും കമ്മിറ്റിക്കാരും കൂടിയിട്ട് മെല്ലെ ചർച്ച ചെയ്തിട്ട് പെണ്ണിനോട് പറയാണ്, എന്നാൽ മോളെ, നിന്റെ സങ്കടം ഒരൽപ്പം കുറയുന്നത് വരെ മയ്യത്ത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഖബർ കുഴിക്കുന്നത് നമുക്ക് തൽക്കാലം നിർത്തിവെക്കാം. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടുപോകാം. അതുവരെ നീ ഒരൽപ്പം ഒന്ന് സമാധാനമാകുന്നവരെ എന്റെ ഭർത്താവിന്റെ മയ്യത്ത് ഞങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ആ കരയുന്ന പെണ്ണിനോടൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോഴാണ് കിടക്കുന്ന നിന്റെ വില മനസ്സിലാവുക. കരയുന്ന പെണ്ണ് ശൈലി മാറ്റിപ്പിടിക്കും. ഞാൻ എന്റെ സങ്കടം കൊണ്ട് കരഞ്ഞതാണ് ഉസ്താദേ, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് കരഞ്ഞു പോയതാണ് കാക്ക. നിങ്ങൾ ഖബർ കുഴിക്കുന്നത് നിർത്തണ്ട, മയ്യത്ത് കുളിപ്പിക്കാതിരിക്കണ്ട, എടുത്തു കൊണ്ടുപോകാതിരിക്കണ്ട. കള്ളുകുടിയനായ ഭർത്താവാണെങ്കിലും തെമ്മാടിയായ ഭർത്താവാണെങ്കിലും ആ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ അടിച്ചാലും തൊഴിച്ചാലും പെണ്ണിന് ധൈര്യം ഉണ്ടാകും. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞാൽ ആ വീട്ടിൽ ഒറ്റയ്ക്ക് അവന്റെ കൂടെ ഒരു നിമിഷം താമസിക്കാൻ, ആ മരിച്ചുപോയ ഭർത്താവിന്റെ കൂടെ ബെഡിൽ കിടക്കാൻ ഈ പെണ്ണിന് ധൈര്യം വരൂല. അത്രേ ഉള്ളൂ മനുഷ്യ, നിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. സത്യത്തിൽ ഈ മയ്യത്ത് കിടത്തിയിരിക്കുന്ന കട്ടിലിന്റെ 4 കാലിന്റെ അടിയിലും പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഉറുമ്പ് കയറാതിരിക്കാനാ. ആ ഉറുമ്പിനെ വരെ തടയാൻ ഈ മയ്യത്തിന് കഴിയില്ല. പക്ഷെ ഭാര്യക്ക് ഇവന്റെ കൂടെ താമസിക്കാൻ പേടിയാണ്. അത്രമാത്രം ബലഹീനനാണ് മനുഷ്യനെന്നാ ഞാൻ പറഞ്ഞത്. ആ മയ്യത്തിന്റെ പണി തകൃതി, ഖബറിന്റെ പണി തകൃതിയായി നടക്കാണ്. ആള് പറയണ മയ്യത്തിന്റെ അളവെടുത്തോ, സുബ്ഹാനല്ലാഹ്, അബൂബക്കറിന്റെ അളവെടുത്തോന്നല്ല, മയ്യത്തിന്റെ അളവെടുത്തോ. മയ്യത്ത് കട്ടിൽ കൊണ്ടുവരൂ, മയ്യത്തിനെ കുളിപ്പിച്ചോ, മയ്യത്തിനെ കഫംപുടയിൽ ഒരുക്കിയോ. ഇങ്ങനെയാണ് സംസാരം മുഴുവനും നടക്കുന്നത്. ആ മയ്യത്ത് കഫംപുടയിൽ ഒരുങ്ങുമ്പോൾ ചെറിയ മക്കളോടി വരുന്നു, ബാപ്പാന്ന് വിളിച്ചോടി വരുമ്പോൾ പ്രായമുള്ളവരും മക്കളെ എടുത്തിട്ട് മെല്ലെ പുറംതിരിഞ്ഞ് നിൽക്കാണ്, കരയാണ്. അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ മയ്യത്തിന്റെ മുഖത്ത് പഞ്ഞിയും പരുത്തിയൊക്കെ വെക്കണത് ചെറിയ മക്കള് കണ്ടാൽ അവരെ കൽബില്ല, പേടി പിന്നെ പോകൂല എന്നാണ് അവര് പറയുന്നത്. ഈ കുട്ടികളെ ശരീരത്തിൽ ഈ മനുഷ്യന്റെ ചുണ്ടമരാത്തൊരു സ്ഥലം പോലുമില്ല. അത്ര സ്നേഹത്തിൽ വളർത്തുന്ന മക്കളാണ് ഈ പൊന്നുമക്കള്. സുബ്ഹാനല്ലാഹ്,
ഈ മയ്യിത്തെടുത്തു കൊണ്ടുപോകാൻ കൊണ്ടുവന്ന വാഹനത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? ഉൻദുർ ഇലയ്യ ബിഅഖ്ലിക, നിന്റെ ബുദ്ധി കൊണ്ട് നീ എന്നെ ഒന്ന് നോക്കിക്കോ. ഹംസ മിസ്ബാഹിന്റെ വാള് വേണ്ട, ഒരു പണ്ഡിതന്റെയും വാള് കേൾക്കണ്ട. നിങ്ങളെ കൽബ് നന്നാകണോ? ഈ പള്ളി മഹല്ലത്തിലെ ജുമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഏതെങ്കിലും ഒരു കോണിൽ വെച്ചിട്ടുണ്ടാകും മയ്യിത്ത് കട്ടിൽ എന്ന് പറയുന്ന ഒരു സാധനം. ആ കട്ടിൽ നിന്നോട് വാള് പറയാണ്, നിന്റെ അകക്കണ്ണുകൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുമോ? കണ്ണുകൊണ്ട് നിങ്ങൾ സാധാരണ നോക്കുന്നതാണ്, അല്ല അകക്കണ്ണുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് നോക്കുമോ? എന്റെ ടയർ പഞ്ചറാകലില്ല, എന്റെ ഗ്ലാസിന് ഏറുകൊള്ളലില്ല, എന്റെ പണിക്കാരും പണിമുടക്ക് പ്രഖ്യാപിക്കലില്ല, ശമ്പള വർധനവിന് വേണ്ടി പണം മുടക്കില്ല, മുതലാളിമാര് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരും സമരം ചെയ്യലില്ല. എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാത്തവനില്ല, എന്നെ ബഹുമാനിക്കാത്തവനില്ല. എല്ലാ മലമടക്കിലും ഞാൻ കയറി വരും, എല്ലാ ജലാശയവും ഞാൻ മുറിച്ചു കടക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആരാ നിനക്ക് നിശ്ചയമുണ്ടോ? അനസരീറുൽ മനായ കംസാറ മിഥിലി മിഥിലക, ഞാൻ നിങ്ങളുടെ മയ്യിത്ത് കട്ടിലാണോ? നിന്നെ പോലോത്ത എത്ര ആളുകളെയാണ് എന്നെ പോലോത്ത മയ്യിത്ത് കട്ടിലെടുത്ത് പള്ളിക്കാട്ടിൽ തട്ടിയത്. ആ മയ്യിത്ത് കട്ടിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടൊന്നു നോക്കിയാൽ പിന്നെ വേറെ വാള് കേൾക്കേണ്ടതില്ല. പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ, നിസ്കാരം കൃത്യമാക്കാൻ പിന്നെ വേറെ വാളിന്റെ ആവശ്യമില്ല. ഈ മയ്യിത്ത് കട്ടിൽ നാളെ വീട്ടിലേക്ക് വരേണ്ടതാണെന്ന ബോധമുണ്ടായാൽ നന്നാവാൻ മനുഷ്യൻ വേറൊരാളെ തേടി പോകേണ്ടതില്ല. ഈ കൊട്ടാരം പോലുള്ള വീട്ടിലേക്ക് മയ്യിത്ത് കട്ടിൽ വിരുന്നുകാരനാവുകയാണ്. ആ മയ്യിത്ത് കട്ടിൽ എടുത്തു വെക്കുകയാണ് ജനാസ. എടുത്തു വെച്ചിട്ട് മെല്ലെ ദിക്റ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യിത്ത് കട്ടിലെടുത്തിട്ട് കൊണ്ടുപോവുകയാണ്, ദിക്റ് ചൊല്ലുകയാണ്. ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലിയിട്ട് വീട്ടിന്റെ ഉമ്മറപ്പടി അങ്ങ് കടക്കുമ്പോൾ, ഗേറ്റ് അങ്ങ് കടക്കുമ്പോൾ, കൊട്ടാരം പോലുള്ള വീട്ടിലേക്ക് മയ്യിത്തിന്റെ മനസ്സ് പായുമ്പോൾ, സുബ്ഹാന ജല്ല ജലാലു, അവന്റെ ജീവിതത്തിലെ 10-33 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കൊട്ടാരം. കോടികളെ വിലയുള്ള കൊട്ടാരം. അവനും കുടുംബത്തിനും സന്തോഷത്തോടെ ജീവിക്കാൻ അവൻ പെടാപ്പാട് പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ്. പക്ഷെ കഥയറിയുമോ? ഒരു 4 മാസവും 10 ദിവസവും പെണ്ണിന്റെ ഇദ്ദയുടെ സമയമാണ്. ചെറുപ്പക്കാരിയായ ഭാര്യയുടെ ഇദ്ദയുടെ സമയമാണ്. ആ ഇദ്ദന്റെ സമയം കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ബാപ്പയും ഉമ്മയും എല്ലാം മെല്ലെ അടുത്തു വരും, ആങ്ങളമാരടുത്തു വരും. അവര് പെണ്ണിനോട് ചോദിക്കും, മോളെ പോയവരേതായാലും പോയില്ലേ, പോയ ആള് തിരിച്ചു വരുവോ? നിനക്കൊരു ജീവിതം വേണ്ടേ എന്ന് വിളിച്ചോട് ചോദിക്കുമ്പോ പെട്ടെന്ന് അവള് പറയും, വേണ്ട, ഞാൻ മക്കൾ ഓർമ്മിച്ച് അങ്ങനെ ജീവിച്ചോളാം, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, എനിക്ക് വിവാഹം വേണ്ട. 1-2 മാസം കൂടി കഴിയുമ്പോ കൊട്ടാര സമാനമായ വീട്ടിൽ ഒറ്റയ്ക്കുള്ള ജീവിതം അവള് മടുക്കും. മക്കളെ കൂടെയുള്ള ഒറ്റയ്ക്കുള്ള ജീവിതം അവള് മടുക്കും. അവളും പുതിയൊരു ജീവിതത്തെ കൊതിക്കും. അവൾക്ക് അവളുടെ ആങ്ങളമാര് ഉപ്പാപ്പമാരുപ്പമാര് കൊണ്ടുവരുന്ന അന്വേഷണങ്ങളെ അവൾ സ്വമേധയാ തൃപ്തിപ്പെടും. ചെറുപ്പക്കാരാ, നീ കെട്ടിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്റെ ഭാര്യയെ മറ്റൊരാള് പെണ്ണ് കാണാൻ വരും. ആ വീട്ടിൽ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ വലിയ പത്രാസ് ഇല്ലാതെയോ പിന്നെയും ഒരു നിക്കാഹും ഒരു കാനത്തും നടക്കും. സുബ്ഹാന ജല്ല, നിന്റെ വീട്ടിൽ നീ കെട്ടിയ നിന്റെ ഭാര്യന്റെ കൂടെ നീ താമസിക്കാൻ വേണ്ടി കോടികൾ ചെലവാക്കിയ വീട്ടിൽ ഹറാമായ സംബന്ധമല്ല ഞാൻ പറയുന്നത്, ഹലാലായ നിലക്ക് തന്നെ ആ വീട്ടിൽ ഒരു അറകൂടൽ നടക്കുന്നതാ. ഇനി ഈ കല്യാണം കഴിക്കാൻ വരുന്ന പുതിയ പിളയില്ലേ, അയാളിനി വീട് കെട്ടേണ്ടതില്ല. അയാള് റൂമിൽ അറക്കതാ AC ഫിറ്റാക്കേണ്ടതില്ല. അയാള് ബെഡും തലയണിയും കിടക്കയും ഒന്നും കൊണ്ടുവരേണ്ടതില്ല. അതെല്ലാം ഖബറിലേക്ക് പോകുന്ന നീ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈനറിയത്തിയുമായി കൺതടം ഒലിച്ചില്ലേ,
മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. നിങ്ങളുടെ നാട്ടുകാരനാണ് തഴവ ഉസ്താദ്, അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഇതിനേക്കാളൊക്കെ വലിയ അത്ഭുതം, സൗണ്ട് കൂട്ടാന്നൊക്കെ മാർഗമുണ്ടോ? ഇതിനേക്കാളും വലിയ അത്ഭുതം എന്താണ് മനുഷ്യ നിന്റെ മുൻപിൽ വേണ്ടത്? ഈ മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, എടുത്തുകൊണ്ടുപോകുമ്പോൾ വിലപിക്കാണ്. ഇരിക്കട്ടെ, പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപദേശങ്ങൾ കുറച്ച് കേട്ടു. ബാങ്കു ഇഖാമത്തുമില്ലാത്ത നിസ്കാരം ഒന്നടക്കും. എടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി കിടത്തുന്ന സ്ഥലം അതിനേക്കാൾ ഡേഞ്ചറാണ്. സുബ്ഹാന ജല്ലാ, ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. ഇവിടെ പള്ളിക്ക് ഖബറുണ്ടോ? പിന്നെ എവിടെ ജുമാഅത്ത്? നിങ്ങൾക്ക് വഅദ് കേൾക്കണോ? ഖബർസ്ഥാനിൽ പോയി നിൽക്കൂ. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളേക്കാൾ കൂടുതൽ ആളുണ്ടാകും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിൽ ഖബറിൽ. ഇവിടെ വഅദ് കേൾക്കാൻ വന്ന ആളൊന്നുമല്ല, ഇതിനേക്കാൾ എത്രയോ ആളുകൾ ഖബറിലുണ്ട്. നിങ്ങൾക്ക് നന്നാകണമെന്നുണ്ടോ? നിങ്ങൾ ഖബറിന്റെ അടുക്കലേക്ക് പോയി നിൽക്ക്. അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോടുമിണ്ടാനാരാ. അങ്ങനത്തെ പ്രമാണിയൊന്നും ഇപ്പം ബാക്കിയില്ല. വലിയ ജന്മിയായിരുന്നു അയാൾ. ഒരു ഭാഗത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് ഇടപെടാൻ ആള് നിൽക്കൂല. അത്രയും വലിയ ഗജപോക്കിരിയായിരുന്നു അയാള്. സുബ്ഹാന ജല്ല ജലാലു ഖബറടക്കിയിട്ടതാ. അയാളെ മയ്യിത്തിന്റെ ഖബറിന്റെ മേലെ നിന്ന് പശുക്കള് പുല്ല് തിന്നുന്നു. മനുഷ്യ, നിന്നെക്കാൾ നിസ്സഹായനാരാ? ഖബറിന്റെ മോളിൽ നിന്ന് മനുഷ്യൻ അടികൂടുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉപ്പാന്റെ ഖബറിന് നിൽക്കുന്ന മോൻ അടികൂടുകയാണ്. ഉമ്മാന്റെ ഖബറിന് നിൽക്കുന്ന മക്കള് സ്വത്തിന് വേണ്ടി തല്ലുകൂടുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖബർ നോക്കിയിട്ട് മനുഷ്യൻ നന്നാകുന്നില്ലെങ്കിൽ, മയ്യിത്ത് കട്ടിൽ കണ്ടിട്ട് മനുഷ്യൻ നന്നാകുന്നില്ലെങ്കിൽ അവൻ എവിടെ നിന്ന് നന്നാകാനാ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്തിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്നതിനെ നിങ്ങൾ കൂടുതൽ ഓർമ്മിക്കണേ. മരണത്തെ ഓർമ്മിക്കണമെന്നല്ല, എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്നത് അത് മരണം തന്നെ. പദം നിങ്ങൾ നോക്ക്. എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്നതിന് നിങ്ങൾ കൂടുതൽ ഓർമ്മിക്കൽ വർദ്ധിപ്പിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഖബറടക്കുന്ന അല്ലാഹു സുബ്ഹാന ജല്ല ജലാലു ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, മുത്തുനബിന്റെ മില്ലത്തും പറഞ്ഞിട്ട് ഖബറടക്കാണ്. ആ ഖബറടക്കിയിട്ട് കല്ലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഒരു പരിപാടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവൻ രാവിലെ വീട് കൂടിയലായവനാണ്. ഇവന്റെ വീട്ടിലേക്ക് ആർക്കും സാധനമൊന്നും കൊണ്ടുണ്ട്. ഇവൻ കൊട്ടാരം കിട്ടിയവനാ. എന്നാൽ ഓന്റെ ഏറ്റവും അടുത്ത ചങ്ങായിമാരുണ്ട്, ഓന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട്, ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ട്. കുറെ ആള് സോഫ സെറ്റ്, കുറെ ആള് ഇവന് എത്രയോ സോഫ സെറ്റ് വാങ്ങാൻ കമ്പനി പൈസ ഉള്ളവനാ. പക്ഷെ എന്നാലൊരു സന്തോഷല്ലേ, അങ്ങനെ സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തിരുന്നു. ഇപ്പൊ പുതിയ വീട്, വൈകുന്നേരമാകുമ്പോഴേക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്, ഖബറിലേക്ക്. ആദ്യത്തെ വീട്, ആഖിറത്തിലെ ആദ്യത്തെ വീട്. ആ വീട്ടിലേക്ക് പോയി നിൽക്കുമ്പോഴല്ലേ സമ്മാനത്തിന്റെ പെരുമഴ. രണ്ട് കൈകൊണ്ടും വാരിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നേരത്തെ വീട്ടിന് കൊടുത്ത സമ്മാനം പോലെയല്ല. ഈ സമ്മാനത്തിന് ഒരേ നിറമാണ്, ഒരേ മണമാണ്, ഒരേ രുചിയാണ്, ഒരേ സ്വഭാവമാണ്. പറയുന്ന ആശംസകൾ മുഴുവനും ഒരേ താളത്തിലാണ്.